So I just want to unveil this beautiful calendar to the glory of the Lord. And it's the good morning Jesus calendar. Okay. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. Let us clap our hands and give glory to God. I'm inaugurating the calendar after the dedication. നിങ്ങളുടെ വീടുകൾക്ക് ഒരു അനുഗ്രഹമായിട്ടിരിക്കട്ടെ. Amen. Let it be a blessing to your home. ദൈവത്തിന്റെ നാമം നമുക്ക് പരസ്യമായിട്ട് കാണാനായിട്ട് കഴിയില്ല. In the book of Esther, we cannot see the name of God openly. പക്ഷേ കാരണം എസ്തർ എന്ന വേർഡിന്റെ അർത്ഥം ഹിഡൻ എന്നാണ്. Because the meaning of the word Esther is hidden, secret, hidden. ദൈവം ആ പുസ്തകത്തിനകത്ത് മറഞ്ഞിരിക്കുകയാണ്. God is hidden in the book of Esther. സോ അവൻ രഹസ്യമായിരുന്ന് സൈലന്റ് ആയിരുന്ന് ചരിത്രങ്ങളെ മാറ്റുന്ന ഒരു പ്രധാന ചിത്രമാണ് ബുക്ക് ഓഫ് എസ്തർ. The book of Esther depicts there in which God is hidden but changing the history. സോ ഈ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഈ ചിന്തയിലും ദൈവം സൈലന്റ് ആയിരുന്ന് ദൈവം മൗനമായിരുന്ന് വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ചിത്രം നിങ്ങൾ കാണുവാനായിട്ട് പോവുകയാണ്. Today's meditation, we are thinking God who is silent. Though he is silent, he is doing great things behind, in secret and hidden, as it mentioned in the book of Esther. ബുദ്ധിമതിയായ ജ്ഞാനിയായ ഈ സഹോദരി, ഈ ജൂഷ് സ്ത്രീ, അവള് ഹാമാനെയും രാജാവിനെയും ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ചിത്രം നമുക്ക് 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കാണാൻ പറ്റും. In the book of Esther, chapter 5, verses 4, we can see wise and prudent woman, Esther inviting king and the Haman to the banquet. അവിടെ ഉപയോഗിച്ച ഇംഗ്ലീഷ് പദം ലെറ്റ് കം ദ കിങ് ആൻഡ് ഹാമാൻ ദിസ് ഡേ. Yes. അതിന്റെ ഹീബ്രുവിൽ ഇങ്ങനെയാണ്, എബ്രായ ഭാഷയിൽ ഇങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. യാബോ ഹമാലേക്ക് വഹ്മാൻ ഹയൂം. What pastor said is the Hebrew translation. സോ ആ വേർഡിന്റെ കൺസ്ട്രക്ഷൻ ജൂയിഷ് ബൈബിൾ പഠനം അനുസരിച്ച്, okay, the construction of that word according to the Hebrew Bible is, ആ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങളെ എടുത്ത് അവര് പഠനങ്ങൾ നടത്താറുണ്ട്. They used to take the first letter of the word and do study. ആദ്യത്തെ ഈ വാക്കിന്റെ ആദ്യത്തെ വാക്കുകളെ എടുത്താൽ, ഈ സ്റ്റേറ്റ്മെന്റിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്താൽ ഇങ്ങനെയാണ് വരുന്നത്. If you take the first letter of the statement which I said above, it will come like this. യാബു ഹമാലിക് വഹ്മാൻ ഹയൂം എന്ന് പറയുമ്പോൾ യാബു എന്നതിൽ നിന്ന് വൈ. From Yabu, that word we take Y. Y. Hamalek H. We take Hamalek H. Wahaman V. Wahaman V. Hayum H. Hayum H. Y H V H. Y H V H. Yahweh. That is the short form of Yahweh. Amen. So our indirectly ആ ഇൻവിറ്റേഷൻ അകത്ത് ഒരു ഹിഡൻ ട്രൂത്ത് രഹസ്യമാക്കി വെച്ചിരുന്നു. Wow. In the Esther 5 verses 4, there is a hidden secret, a revelation hidden inside the scripture. അവൾ പറയുകയാണ്, you do not know Yahweh, but I know Yahweh. നിങ്ങൾക്ക് യഹോവയെ അറിയത്തില്ല, പക്ഷെ എനിക്ക് യഹോവയെ അറിയാം. So Esther is telling, you may not know Yahweh, but I know Yahweh. ഈ ടേബിളിൽ, ഈ വൈകുന്നേരത്തെ വിരുന്നിൽ ഞാൻ രാജാവിനെയും ഹാമാനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. I am inviting Haman and the king for the evening banquet. പക്ഷേ ഈ ടേബിളിൽ ഞാൻ സേവിക്കുന്ന യഹോവ രഹസ്യമായി വിരുന്നുകാരനായിട്ട് എത്തുവാൻ പോവുകയാണ്. Praise God. So what she is telling is, you may not know Yahweh, but in the table you both are going to come. Lord Yahweh is going to commune secretly, hidden behind it. എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിയൻ രാജാവിനോടും ഹാമാനോടും കൂടെ അല്ല, യഹോവയോടുകൂടെ നടത്തുന്ന കമ്മ്യൂണിയനാണ്. Praise God. So this communion is not with the king. It's not for king or Haman. The communion is with the Lord Yahweh. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരൊറ്റ ബാങ്ക്വറ്റിംഗ് ടേബിളോടെ, ഈ ഒരൊറ്റ ടേബിളിൽ ഹാമാന്റെ ജീവിതത്തിന്റെ അന്ത്യം കുറിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടായി. So I will tell you something. With this one banquet, one table, Haman's life was finished,
his story was finished with that table. ദൈവവും നാമും തമ്മിൽ എപ്പോഴൊക്കെ ഒരു ടേബിളിന്റെ മുമ്പിൽ എത്തുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ ശത്രുക്കളുടെ അന്ത്യം കുറിക്കപ്പെടുകയാണ്. Whenever you and the Lord commune in a table together, that is the end of your enemy. സോ ഇന്ന് ഈ ദിവസവും നാമും ഒരുമിച്ച് ദൈവപുത്രനായ യേശുവിനോടൊപ്പം ഒരു ടേബിളിലേക്ക് വരികയാണ്. Today we are going to come with the Lord Jesus to have communion with him in the table. ഇന്ന് നമ്മുടെ ശത്രുക്കൾ ചിതറിപ്പോകുന്ന പ്രഭാതം. This is the morning where when we gather in the table, our enemies are going to be scattered throughout. രോഗങ്ങൾ ചിതറിപ്പോകുന്ന പകലാണ്. This is the day all the illness and diseases will scatter away. ഇത് പ്രതിസന്ധികളുടെ അവസാനത്തെ ദിവസമാകട്ടെ. This is the end of the obstacles and the troubles. Receive it in the mighty name of Jesus. Amen. Amen. We receive it. Hallelujah. So മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് തിരിച്ചു വരികയാണ്. Let me tell one more thing and we'll return to the scripture. ദാവീദും ജോനാഥാനും തമ്മിൽ ഈ ടേബിളിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. There is another speciality about this table. Let us come to David and Jonathan. ഡേവിഡും ജോനാഥനും തമ്മിൽ കവനന്റ് ഫ്രണ്ട്സ് ആയിരുന്നു. They were covenant friends, both David and Jonathan. യോനാഥാൻ കൊല്ലപ്പെട്ടു, ദാവീദ് രാജാവായി. Jonathan died and David became the king. സോ ജോനാഥാന്റെ കുടുംബത്തെ രക്ഷിക്കുവാനായിട്ട് ദാവീദ് ആഗ്രഹിച്ചു. So David decided to save and protect Jonathan's family. സോ അങ്ങനെ ആ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുണ്ടോ എന്നറിയുവാൻ അദ്ദേഹം ആളുകളെ അയച്ചു. ഒടുവിൽ ഒരു മകനെ കണ്ടെത്തി. അവന്റെ പേര് മെഫീബോശേത്ത് എന്നാണ്. So and finally he sent some people to search who any person is there in his family, but there was one son, Mephibosheth, the son of Jonathan. മെഫീബോശേത്ത് ആ സംഭവത്തിന്റെ ഇടയിൽ ഓടി അവരെ എടുത്തുകൊണ്ട് പോകുന്ന വഴിയിൽ വീണ് അവന്റെ കാലുകൾ തളർന്നിരുന്നു. So Mephibosheth was weakened, probably paralyzed on the way he ran. അവന് നടക്കുവാനായിട്ട് കഴിയത്തില്ല. He couldn't walk. So probably paralyzed. കാലുകൾ അതായത് അരയ്ക്ക് താഴോട്ട് കാലുകൾ തളർന്നു പോയ ഒരു മനുഷ്യനായിരുന്നു മെഫീബോശേത്ത്. So Mephibosheth was paralyzed below the hip. ഒരുപാട് കുറവുകളുണ്ട്. There are lots of shortcomings in his life. ഒരു കോൺഫിഡൻസും ഇല്ല. No confidence at all. പക്ഷെ രാജാവ് ഒരു ഓഫർ ചെയ്തു. But king gave an offer. നിനക്ക് റോയൽ ടേബിളിൽ ഞാൻ ഒരു സ്ഥലം തരാൻ പോവുകയാണ്. I am going to offer you a place, a position in the royal table. എപ്പോഴും അറിയാം രാജാവിന്റെ റോയൽ ടേബിളിന് പ്രത്യേകതയുണ്ട്. What is the speciality? There is something specific about the royal table. VVIPകൾ മാത്രമാണ് അവിടെ വരാറുള്ളത്. Only VVIPs can take part in that table. Kings and ministers from different nations പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരാറുണ്ട്. So kings and ministers from different nations come there to take part in the royal table. ആ ഒരു ടേബിളിൽ മെഫീബോശേത്തിന് അവസരം കൊടുത്തു. David gave a special opportunity for Mephibosheth to take part in royal table. മെഫീബോശേത്തിന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു കിടക്കുകയാണ്. Mephibosheth is paralyzed below hip. ഒരിക്കലും അങ്ങനെ ഒരാളെ നമ്മൾ വലിയ VVIPകളുടെ ഇടയിൽ കൊണ്ടുവരാറില്ല. We won't call such a paralyzed person in the gang of a VIP people. പക്ഷേ രാജാവ് വിചാരിച്ചു നിശ്ചയമായിട്ട് ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്. But king decided, definitely I am going to invite Mephibosheth and bring to royal table. എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? What would have happened there? അവൻ ടേബിളിലേക്ക് വരുമ്പോൾ when he is coming to the table, ആ ടേബിൾ ഒരിക്കലും അവന്റെ കാലുകളുടെ കുറവുകൾ പുറത്ത് കാണിക്കത്തില്ല. Oh, the table, he's going to sit in the table is never going to reveal the paralysis of his limb. ആ ടേബിൾ അവന്റെ കാലുകളുടെ ബലഹീനതയെ മറച്ചു കളയും. Oh, when you sit on the table, you know that table covers the weakness of the limb. So ഈ ടേബിൾ മെഫീബോശേത്തിനെ ഒരിക്കലും കുറവുള്ളവനായി ലോകത്ത് വെളിപ്പെടുത്തത്തില്ല. This table will never expose Mephibosheth as a weak person in the world. The table hide the weakness of everyone. Thank you. Yes, the table hide the weakness of Mephibosheth and everybody who's sitting there. So ഇന്ന് ഹോളി കമ്മ്യൂണിയനിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. When you enter to Holy Communion today, let this thought come sparkling in your mind. ഈ ടേബിൾ ഒരിക്കലും എൻ്റെ കുറവുകൾ ലോകത്ത് വെളിപ്പെടുത്തത്തില്ല. This table never exposes my weakness to the whole world. Royal table. This is a royal table. അത് എൻ്റെ ജീവിതത്തിന്റെ റോയാലിറ്റിയെ മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ. It reveals the royalty of my life.
സോ ഞാൻ ഇതിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തയ്ക്കായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. I have a lot of things to tell, but very specific, very important things I'm sharing with you. നമ്മൾ യേശു കർത്താവിന്റെ കാൽവറി മരണത്തെയും അവിടുത്തെ കഷ്ടാനുഭവങ്ങളെയും ഓർക്കുവാൻ വേണ്ടിയാണ് ഹോളി കമ്മ്യൂണിയൻ ആചരിക്കുന്നത്. We're taking part in Holy Communion to remember the death and crucifixion and the persecution, sufferings of our Lord and Savior Jesus Christ. യേശു ക്രിസ്തുവിന്റെ ആ കവനന്റിൽ യേശു എടുത്ത രണ്ട് പ്രധാന സബ്സ്റ്റൻസുകളാണ്, ഒന്ന് ബ്രെഡ്, രണ്ട് വൈൻ. There are two important substances in the covenant with Jesus mediator, bread and wine. സോ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ When we study the scriptures, ബ്രെഡും വൈനെയും നമ്മൾ തനിച്ച് പഠിക്കാൻ ആരംഭിക്കുമ്പോൾ, when we start to study bread and wine separately, നമ്മൾ ആദ്യമായിട്ട് ബ്രെഡ് എന്ന വാക്ക് കാണുന്നത് we are seeing the bread first time in Bible. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിലാണ്. If you see the book of Genesis chapter 3, we can see there the bread first time. അവിടെ നാം കാണുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവരോട് പറയുന്നു, നീ മുഖത്തെ ഉയർപ്പോടുകൂടെ അപ്പം ഭക്ഷിക്കും. That is the first place when the Lord said, I think it is in Genesis chapter 3 verses 17. With painful toil you will eat food from it all the days of your life. 3 verse 19. In the Verse 19. sweat of thy By face, the sweat of your brow you will eat your food. the bread is in English. അവിടെ മറ്റൊരിടത്ത് ബ്രെഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. Bread. Okay. Great. സോ അതിന്റെ അർത്ഥം ശാപം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബ്രെഡ് വെളിയിൽ വന്നത്. So the bread was introduced when it was spoken about the curse. അപ്പൊ ബ്രെഡ് മാത്രമായിട്ട് നമ്മൾ കണ്ട ഇടത്തെ ശാപത്തെയാണ് കാണുന്നത്. If the bread is seen alone, we are seeing there mainly the context of a curse. പക്ഷെ അതുപോലെ തന്നെ വൈനെ കാണുന്നത് ഉൽപ്പത്തി 9-ാം അധ്യായത്തിലാണ്. You want to see about the wine, come with me to Genesis chapter 9. We can see wine about wine there. നോഹ അവിടെ നോഹ ഒരു വീഞ്ഞുണ്ടാക്കി അദ്ദേഹം ഇൻടോക്സിക്കേറ്റഡ് ആയി അവിടെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. We can see Noah drinking wine and he's intoxicated. You can see in 9 verses 21, he drank and he became drunk and lay uncovered. അപ്പൊ വീഞ്ഞിനെ ആദ്യമായിട്ട് ബൈബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. So Bible is introducing wine for the first time. അവിടെയും നമ്മൾ തൊട്ടടുത്ത് കാണുന്നത് പുത്രനെ ശപിക്കുന്നതാണ്. We can see, if you following chapters, following scriptures, we can see Noah is cursing his son. സോ ബ്രെഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ശാപം, വീഞ്ഞ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ശാപം. So both bread and wine were introduced in the context of curse in Genesis. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സമയമുണ്ട്. But there is a time when both bread and wine come together. അത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. So let us go to Genesis chapter 14. അവിടെ മൽക്കിസദേക്ക് 18-ാം വാക്യത്തിൽ അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രഹാമിനെ എതിരേൽക്കുന്നതായി കാണാൻ പറ്റും. We can see Genesis chapter 4:18. Then Melchizedek, the king of Salem, brought out bread and wine. ഇവിടെയാണ് ബ്രെഡും വൈനും ഒരുമിച്ച് വരുന്നതായി കാണുന്നത്. Praise God. Wow, this is the place where we can see bread and wine coming together first time in scripture. ശ്രദ്ധിച്ചു കേൾക്കുക, ഇവിടെ ശാപം നമ്മൾ കാണുന്നില്ല. See very carefully, here we cannot see any curse. ഇവിടെ നാം കാണുന്നത് അനുഗ്രഹങ്ങളുടെ വലിയ ഒഴുക്കാണ്. We can see the flow of great flow of blessing we can see here. സോ ഇത് ഒരുമിച്ച് വരുന്ന ഒറ്റയ്ക്ക് വന്ന ഇടങ്ങളിലെല്ലാം ശാപം. So we can see in the previous scriptures which I shared, whenever it came alone, it was in the context of curse. But when it came together, it brought an outflow of blessing. എപ്പോഴും ഈ ഹോളി കമ്മ്യൂണിയൻ അനുഗ്രഹത്തെ കൊണ്ടുവരികയാണ്. Holy Communion is bringing blessing. ഇന്ന് നാം ഒരുമിച്ച് ഇതിൽ പങ്കാളികളാകുമ്പോൾ നാമും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ശരീരവും മനസ്സും മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. When we are going to take part of it, our family, ourselves, our body, everyone around us going to be blessed through it. അതൊരിക്കലും ഒരു മതപരമായ റിച്വൽ അല്ല. It is never a religious ritual. It is a reality. Yes, it's a reality. Amen. അതിൽ നാം പങ്കാളികളാകുവാനായിട്ട് പോവുകയാണ്. We are going to take part in it. ഒരു കാര്യം ഇടയ്ക്ക് എന്നോട് ചേർന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുക. I want to share one more thing and add it to it.
മൽക്കിസദേക്ക് ദൈവത്തിന്റെ മഹാപുരോഹിതൻ അപ്പവും വീഞ്ഞും ഏബ്രഹാമിന്റെ പക്കലേക്ക് കൊടുക്കുന്നു. Then the Melchizedek is giving, being the high priest of God Most High, he is giving bread and wine into the hand of Abraham. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ട്രൂത്ത്, Here, the truth which we have to understand is, ഈ വീഞ്ഞും അപ്പവും ക്രിസ്തുവിന്റെ മരണത്തെയാണ് കാണിക്കുന്നത്. here it represents, the bread and wine represents the death of Christ Jesus. പക്ഷെ യേശു ക്രിസ്തുവിന്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന, കഷ്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അപ്പം വീഞ്ഞും വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ, When the bread and wine which represent the death of the Lord Jesus Christ, which was handed over to the father of faith Abraham, അബ്രഹാം അതിനോട് റെസ്പോണ്ട് ചെയ്തത് ഇങ്ങനെയാണ്. Abraham responded in this way. അദ്ദേഹം ദൈവത്തിന്റെ മരണത്തെ സ്വീകരിച്ചിട്ട് After Abraham received the death of the Lord Jesus Christ, after that, അദ്ദേഹം തന്റെ സമ്പത്തിന്റെ 1/10 ഈ മൽക്കിസദേക്കിന് കൊടുക്കുന്നതായി കാണാൻ പറ്റും. now we can see that in Genesis 14 verses 20, Abraham gave him a tenth of everything. ടൈത്ത് അങ്ങോട്ട് കൊടുക്കുന്നു. Abraham is tithing to the Melchizedek. ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇത് പറയാൻ ഭയങ്കര മടിയുള്ള ആളാണ്, അതുകൊണ്ട് ഇത് തെറ്റിദ്ധരിക്കരുത്. Don't misunderstand me. I'm very reluctant to say these things. സോ പക്ഷേ ഇതൊരു ട്രൂത്ത് ആണ്. But this is the truth. Abraham received the death of Christ. Amen. അദ്ദേഹം തിരിച്ച ടൈത്ത് അങ്ങോട്ട് കൊടുക്കും. What is tithe? So Abraham received the offering of death, bread and wine, and he offered a tenth of everything to Melchizedek. What is a tithe? ടൈത്ത് എന്ന് പറയുന്നത് the seed of Christ ആണ്. Tithe means it is a seed of Christ. ക്രിസ്തുവിന്റെ വിത്താണ്. ജീവനുള്ള ഒരു വിത്താണ്. ആമേൻ. It is a seed of life. എപ്പോഴും ശ്രദ്ധിച്ചോണം, എല്ലാ ഫ്രൂട്ടിനകത്തും ജീവനുള്ള ഒരു സീഡ് ഉണ്ടാവും. Always remember, there will be a seed of life inside a fruit. So അബ്രഹാം മരണത്തെ സ്വീകരിച്ചു. So Abraham received the death. സീഡിനെ തിരിച്ചു കൊടുത്തു. Oh my God. And he gave the seed of life to Melchizedek. Listen, this is very important. Yes. ഞാനിങ്ങനെ പറയാം, ഒരു മാങ്ങ, നമുക്കൊരു മാംഗോ എടുക്കാം. Amen. Let us take a Can you back. just repeat, please? Can you just repeat, please? Yeah. Okay. Yeah. Abraham, Only the seed and the seed of Christ. Yeah. അതായത് നമ്മള് when we read in I'll go through it. When we read in No, that's okay. Just a type, not. No, yeah. tithe is a Just seed. Yeah. Tithe is a seed. That's we Yeah. can see in Malachi chapter 3. Okay. Then ഞാൻ അങ്ങോട്ട് ഒത്തിരി Yes. That's okay. Further, yeah. Seed it of is- Christ. That is Aleph Tau. Tithe is Aleph Tau. ടൈത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന Aleph Tau tithe. The name given there is Aleph Tau for tithe. Aleph Tau means Alpha Omega. So Aleph Tau means Alpha and Omega, the names of Almighty. യേശുവിന്റെ പേരാണ് ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. So it is the name of Jesus, Alpha and Omega. സോ നമ്മളൊരു മാങ്ങ എടുക്കുക, അതിനകത്ത് ആ പൾപ്പ് നമ്മൾ കഴിക്കുന്നു. സ്തോത്രം. If you take a fruit, mango fruit, and you eat the pulp, the flesh in mango, അതിന്റെ സീഡ് നമ്മൾ മാറ്റുന്നു. we are removing the seed from the mango. ക്രിസ്തുവിന്റെ മരണത്തെ ഏബ്രഹാം സ്വീകരിച്ചു. Abraham received the death of Christ Jesus. ഫിനിഷ്ഡ് വർക്കിനെ സ്വീകരിച്ചു. ആമേൻ. He accepted the finished work. ആ സീഡിനെ തിരിച്ചു കൊടുത്തു. He gave the seed back. As same way we give the seed of the mango, same way he gave his life, that seed back. അദ്ദേഹത്തിന് മനസ്സിലായി, And he understood that secret. ഈ സീഡ് ഇറ്റ് വിൽ ഗോ ടു ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ആമേൻ. Wow, Abraham understood that. He got the Lord. revelation that this seed is going to travel generation to generation. ട്രാവൽ ടു ഐസക്കിലേക്ക് പോയി, ജേക്കബിലേക്ക് പോയി, ലെവിയിലേക്ക് പോയി. Till today that seed is doing wonderful works in the life of Jews. What Abraham gave that day, the seed, the life seed, that day which he transferred in the hand of Melchizedek, it is traveling from Isaac, Jacob, and Levi. It is still today, even with us, that seed Yeah. only transformed us. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, if you are going to take a communion, do it right now. You are going to sow something wonderful according to this context
for generation after generations. Oh, Rabba, Kata. Hallelujah, hallelujah. തലമുറയുടെ അനുഗ്രഹമാണ് ഈ വിത്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന, ഈ കമ്മ്യൂണിയൻ എടുക്കുന്നവരെ, ഈ വിത്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്നവർ തലമുറയായിട്ട് കൈമാറുകയാണ് അനുഗ്രഹം. ഇതാണ് കമ്മ്യൂണിയൻ ഫെലോഷിപ്പ്. This is called a communion or a fellowship. ഇതിന് ഒരുപാട് ഡീറ്റെയിൽഡ് പറയാൻ എനിക്ക് സമയമില്ല, പക്ഷെ ഞാൻ അങ്ങ് പറഞ്ഞു വിടുന്നു. ഞാൻ ദൈവത്തിൽ നിന്ന് ഹോളി കമ്മ്യൂണിയൻ വാങ്ങുന്നു, എന്റെ കയ്യിലെ സീഡ് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. Wow, and I don't have much time to share. This scarcity of time I am reducing. I want to tell in short, I am receiving the Holy Communion from the Almighty. Instead, I am giving the live seed from my hand by. ഇന്ന് ഹോളി കമ്മ്യൂണിയന് ശേഷം നിങ്ങൾ നിശ്ചയമായിട്ടും ഇങ്ങനൊരു സീഡ് ജനറേഷന് വേണ്ടി ചെയ്യാൻ തയ്യാറായിക്കോണം. ആമേൻ. After the Holy Communion, be ready today for the live seed. You be ready to prepare for your generation. തെറ്റിദ്ധരിക്കരുത്, എനിക്ക് തരണമെന്നല്ല പറഞ്ഞത്. Don't misunderstand me, okay? Don't misunderstand me. I am not asking you to give it to me. I am telling according to the scriptures, you receive the communion and you release a seed for a generation. 100% ഒരു ഭയങ്കര ശക്തി അതിനകത്ത് പുറപ്പെട്ടിരിക്കും. ആമേൻ. No doubt about 100% the power will be released through that. So ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് ആദ്യമായിട്ട് ഇത് ഒരുമിച്ച് വരികയാണ്. So first time we can see Genesis chapter 14, bread and wine are coming in this context together. അബ്രഹാം അനുഗ്രഹിക്കപ്പെടുകയാണ്. And Abraham is being blessed. നിങ്ങൾക്കറിയാമോ ഇത് ആരാണ് ഭക്ഷിച്ചെന്ന് നോക്കി? Just imagine who, and it's surprised to see who had it first. ഇത് യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നവരാണ് ഭക്ഷിക്കുന്നത്. The people who came back from the war, they had it first. They are not from fasting prayer. Fasting They prayer are not from any fasting. They are not from any fasting prayer. അവർ യുദ്ധം കഴിഞ്ഞ് വന്നവരാണ്. They are returning from the war. അവരുടെ ശരീരം മുഴുവൻ ക്ഷീണമുള്ളതാണ്. ആമേൻ. They are very tired and buried after the war. ശരീരത്തിൽ മുറിവുകളുണ്ട്. There are wounds in the body. അവരുടെ ശരീരം മുഴുവൻ വീക്കാണ്. ഹെൽത്തി അവർ വീക്കാണ്. ആമേൻ. They are weak in their body, wounded, bleeding in the body. അവരാണ് ഈ ഹോളി കമ്മ്യൂണിയൻ ഭക്ഷിക്കുന്നത്. അവരാണ് ഈ അപ്പവും വീഞ്ഞും ഭക്ഷിക്കുന്നത്. They are going to take the bread and wine first time. അവരുടെ ശരീരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു 100% ഹീലിംഗ് അതിലൂടെ ട്രാൻസ്ഫർ ആകുകയാണ്. What I believe I am sharing in that wounded people returned from war, when they had the bread and wine, 100% healing transferred through their body and healed them completely. So ഒരിക്കലും ഹോളി കമ്മ്യൂണിയൻ is not for a just remembrance. അതൊരു റിയാലിറ്റിയാണ്. that will change our financial life, healthy life, mental life, നമ്മുടെ ഫാമിലി എല്ലാ മേഖലയെ ചേഞ്ച് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ആൻഡ് പവർ ആ പരിശുദ്ധ യേശുവിന്റെ തിരു ശരീരത്തിനും തിരു രക്തത്തിനുമുണ്ട്. So it is beyond the remembrance. I want to share this beyond the remembrance. It has got the inherent power to change your life, to change your family, to change your finance. Wherever you need a change, it is sufficient to bring it. കാരണം ഇത് യേശുവിനോടൊപ്പമുള്ള ടേബിൾ ആണ്. ഹല്ലേലൂയ. What is specialty of the table? This table is with our Lord Jesus Christ. കാരണം ക്രിസ്തുവാണ് അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. Who is being demonstrated? Lord Jesus is demonstrated there. So മറ്റൊരു രഹസ്യം കൂടെ ഞാൻ പറയാം. I want to share one more secret. ഇതൊരു യൂണിറ്റിയാണ്. ഇതൊരു മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് ആണ്. Okay, this is a unity. This is a mutual indwelling. ഈ മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റിലേഷൻഷിപ്പ്. This is the strongest bond in the whole universe, mutual indwelling. അത് നമുക്ക് പരിശുദ്ധ തൃത്വത്തിലാണ് കാണുന്നത്. That is in the Holy Trinity which we can see. Father dwells in, പിതാവ് പുത്രനിൽ വസിക്കുന്നു, പുത്രൻ പിതാവിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് പുത്രനിൽ വസിക്കുന്നു. ഇങ്ങനെ they are mutually indwelling ആണ്. You can see that mutual indwelling in the Trinity, Father and Son, Son and Father, Son and Spirit, Spirit and Father. You can see that. So അതേ റിലേഷൻഷിപ്പിലേക്ക് അവന്റെ പരിശുദ്ധ സഭയെ കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിച്ചു. This is the same way as he is in that mutual indwelling in the Trinity. He wanted to bring the whole church, his bride, to that communion, to that indwelling. Church എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. Church is Jesus Christ's body. രണ്ട് ക്രിസ്തുവിന്റെ ഭാര്യയാണ്. That is, she is the wife or the bride of the Lord Jesus Christ. So bodily consummation is the ultimate form of marriage. So when the ultimate form of the marriage is bodily consummation. Bodily consummation. Amen. Bodily. Yes. Amen. So how can I consume with Christ? Amen. Hallelujah.
യേശുവുമായിട്ട് എനിക്ക് എങ്ങനെയാ ബോഡിലി ഒന്നാകുന്നത്? How can I become one in body with Christ Jesus? യേശു ക്രിസ്തുവിന്റെ സഭ, പ്രൈസ് ഗോഡ്, Amen. The church of the Lord Jesus Christ. അവർ യേശുവിന്റെ തിരുശരീരവും തിരുരക്തത്തിന്റെ പങ്കാളികളാകുമ്പോൾ When they become part of the blood and body of the Lord Jesus Christ, മിശിഹായുടെ ഭാര്യയായ സഭ ഭർത്താവായ യേശുവിന്റെ ശരീരവുമായി ഒന്നാകുകയാണ്. yes, the wife or the bride of the Lord Jesus, that means the church taking part in the communion, they become one with in the body of the bridegroom Lord Jesus. ക്രിസ്തുവിൽ ഞാനും ഞാൻ ക്രിസ്തുവിലും എന്ന ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലേക്ക് ഹോളി കമ്മ്യൂണിയനിലൂടെ സഭ പ്രവേശിക്കുകയാണ്. Through the concept of Holy Communion, Christ, the church is entering into that relationship, into that communion where I am in Christ and Christ in me. നിങ്ങൾ ഓരോ പ്രാവശ്യവും ഹോളി കമ്മ്യൂണിയൻ എടുക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ഡിക്ലെയർ ചെയ്യുകയാണ്, I am the Mrs. of Jesus Christ. Every time, whenever whoever is taking Holy Communion before the Lord, they are declaring openly, witnessing to the world that I am the wife of the Lord Jesus. I am the church is the bride of the Lord Jesus Christ. Amen. So bride എന്ന കോൺസെപ്റ്റ് മാറി. അത് ആ സമയത്ത് ഇപ്പോൾ we are the wife of Jesus. Otherwise we cannot take the name of the husband. Okay. Okay, so let me go in advance a bit. From the concept of bride, we can enter into the wife, the position. Then only we can call him husband. നമ്മൾ ചർച്ച് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. ചർച്ച് still believe we are also bride waiting for the husband. No. We are already consumed with Christ. We are one body. How can a bride become one body without marriage? Amen. Still the church believe that, at least some of them believe that still church is a bride. But since we are one in body, joined with the Christ Jesus, without joining in the body, how can be one in marriage? And if after marriage, how can you call one bride again? Your wife, one husband. We are not bride no more. We are the Mrs. of Jesus. Amen. Amen. Hallelujah. So ഇവിടെ ഹോളി കമ്മ്യൂണിലൂടെ നമ്മൾ അത് ഡിക്ലെയർ ചെയ്യുകയാണ്. Through Holy Communion, we are declaring. So അതുകൊണ്ട് ഹോളി കമ്മ്യൂണിയൻ ഒരുപാട് പ്രത്യേകതകളുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. So don't forget, there are a lot of specialities for this Holy Communion. അതുപോലെ മറ്റൊരു രഹസ്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. One more secret I want to tell you. നമ്മുടെ ടേബിളിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഇത് വളരെ പ്രധാനമുള്ള ട്രൂത്താണ്. One of the important truths when you come to the table. ടേബിളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ബോഡി, ബ്രെഡ് ഒരു സ്ഥലത്തിരിക്കുന്നു, വൈൻ ഒരു സ്ഥലത്തിരിക്കുന്നു. When we see that, when we come to the body, we see body in one place, bread in one place, and wine in one place. Yes. ബോഡി ഒരു സ്ഥലത്ത്, ബ്ലഡ് ഒരു സ്ഥലത്ത്. Body in one place, blood in another place. ശരീരം ഒരു സ്ഥലത്ത് കിടക്കുന്നു, ബ്ലഡ് മറ്റൊരിടത്ത് മാറി കിടക്കുന്നു. എന്തായിരിക്കും നമ്മൾ പറയുക? When the body is in one place and blood in another place, what we used to tell? What will we tell about it? ഇപ്പൊ ഞാൻ ഇവിടെ കിടക്കുന്നു, എന്റെ ശരീരം ഇവിടെ ഉണ്ട്, എന്റെ രക്തം അവിടെ മാറി കിടന്നാൽ എല്ലാരും പറയും he died. So let us say, imagine about me, if my body is here and my blood is somewhere else, people will tell I am dead. He is dead. അപ്പം യേശു ക്രിസ്തുവിന്റെ ഈ കമ്മ്യൂണിയൻ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ when I see the death of Christ. So when we see the communion into one shot, when we see it is the death of the Lord Jesus Christ. Hallelujah. അത് മരണത്തെയാണ് കാണിക്കുന്നത്. It shows that definitely it is the death of the Lord Jesus. പക്ഷേ നമ്മൾ ആ അപ്പത്തെ കയ്യിലെടുത്ത് വീഞ്ഞിനെ കയ്യിലെടുത്ത്, imagine you take the bread in your hand and wine, body in your hand and blood in the hand. ഇത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒന്നാകുന്നത് when they come together. ഇത് രണ്ടായിരുന്നത് മരണമാണെങ്കിൽ, if the separated one is death, when they join together, ഒന്നാകുന്നത് ജീവനാണ്. oh, when they join together it is life. Hallelujah. അങ്ങനെയാണെങ്കിൽ മരണം, നിങ്ങൾ ബ്രെഡിൽ മേശയുടെ മുകളിൽ നിന്ന് മരണം എടുത്ത്, so from the table you are taking the death. ഇത് മുകളിലേക്ക് ഇത് എടുത്തിട്ട് നിങ്ങളുടെ നാവിൽ കൊണ്ടുവച്ച് ഇത് നിങ്ങളുടെ വായിൽ ഒന്നായി മാറുമ്പോൾ, so when that bread and wine separated, which you take together, and when you keep on your tongue, in your mouth, both bread and wine, നിങ്ങൾ ഏദനിൽ മനുഷ്യൻ ഭക്ഷിക്കാതെ പോയ ജീവവൃക്ഷത്തെ ഭക്ഷിക്കുകയാണ്. oh, this is what Adam and Eve missed in the Eden garden. You are having that tree of life right and there when you take bread and wine together. Listen to me. മേശയുടെ മുകളിൽ നിങ്ങൾ മരണം കാണുന്നു, നിങ്ങളുടെ നാവിൽ നിങ്ങൾ ജീവൻ കാണുന്നു. സ്തോത്രം. See, this is very important. On the table you can see that
but when it comes to your tongue, in your mouth, it becomes life. രക്തവും ശരീരവും നിങ്ങളുടെ ശരീരത്തിൽ ഒന്നായി മാറുകയും യേശുവിന്റെ ജീവൻ നിങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യുക. At that very moment, the blood and body come together. There is life, and that life is going to penetrate in your body. So നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ബ്രെഡ് ശരീരമായി മാറുന്നില്ല, വൈൻ രക്തമായി മാറുന്നില്ല. So when we pray, it is not the transformation of like the bread becoming body or the wine becoming blood. There is no transformation like that. പക്ഷെ ശ്രദ്ധിച്ചു കേൾക്കുക, But there is another thing. രൂപാന്തരം സംഭവിക്കേണ്ട ആവശ്യമില്ല. There is no need for transforming this thing. ആ ബ്രെഡ് യേശുവിന്റെ സാക്ഷാൽ ശരീരമാണ്. So what we say is the bread is the real body of the Lord Jesus Christ. അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, അങ്ങനെയാ ബൈബിൾ പഠിപ്പിക്കുന്നത്. That is the thing we should believe. That's the way Bible teaches us. നമ്മൾ വീഞ്ഞ് കയ്യിലെടുക്കുമ്പോൾ that is the real blood of Jesus. Yes, you don't have to transform into the blood. It is the blood you have to believe. It is the blood. It is the blood of Jesus. That's the way Bible teaches. വീഞ്ഞ് എടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ രക്തമാകുന്നു. ആമേൻ. Yes, Jesus took wine in his hands and he said, "This is the blood. This is my blood." ഇതൊരു സിംബൽ അല്ല, ഇതൊരു റിയൽ ആണ്. ആമേൻ. This is not some sign or something. This is a reality. Come to that reality. When you are taking communion, നിങ്ങൾ communion എടുക്കുമ്പോൾ you are eating, നിങ്ങൾ യേശുവിന്റെ ശരീരം ഭക്ഷിക്കുന്നു, യേശുവിന്റെ രക്തം കുടിക്കുന്നു. Oh Jesus. This is the reality. We come to that. When you take bread, you are partaking the body of the Lord Jesus. You are drinking wine. You are drinking the blood of the Lord Jesus. Come to that reality. അതായിരിക്കണം നമ്മുടെ റിമെമ്പറൻസ്. This is your remembrance. This is the exact remembrance we should have. I'm eating Christ and drinking the blood of Christ. Eating the body of the Lord Jesus Christ and drinking the blood of the Lord. അത് സമൂലമായ മാറ്റങ്ങൾ വരുത്തും. It brings tremendous changes in your life. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സത്യങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. Dear brothers and sisters, if you are hearing it, let it be in your heart lifelong. ഞാൻ ഒരു കാര്യം കൂടെ ഇതിനോട് ബന്ധത്തിൽ പറഞ്ഞിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. One more thing I want to share and we will go to conclusion. നമ്മൾ ഈ വെളിപ്പാട് പ്രാപിച്ചത് അപ്പോസ്തലനായ പൗലോസാണ്. This revelation was first received by Apostle Paul. അപ്പോസ്തലനായ പൗലോസ് ഇത് വാങ്ങിയ ഒരു രഹസ്യമുണ്ട്. അത് വെരി പവർഫുൾ റെവലേഷൻ. ഇറ്റ് വാസ് റിസീവ്ഡ് ഫ്രം ഗോഡ്. കുറെ നാളുകൾക്ക് മുമ്പ് കർത്താവിനോട് പറഞ്ഞ വ്യക്തിപരമായി സംസാരിച്ച ഒരു ഭയങ്കര വെളിപ്പാട് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. I want to transfer one revelation. The Lord said to me, one personally, Apostle Paul was the one who received his revelation from Lord. അദ്ദേഹം പറയുന്നു, നമ്മൾ 1 Corinthians chapter 11 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. Apostle Paul is telling in 1 Corinthians chapter 11. അതിന്റെ 23 മുതൽ ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചത്. If you read from 1 Corinthians chapter 11 verses 23, it says, ഞാൻ കർത്താവിൽ നിന്ന് ഡയറക്റ്റ് പ്രാപിച്ചതെന്നാണ്. For he says, for I received from the Lord. എന്ന് പറഞ്ഞാൽ ഇത് അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ടതല്ല. This is not a hearing knowledge from other apostles. ഇത് യേശുവിൽ നിന്ന് ഡയറക്റ്റ് പ്രാപിച്ചതാണ്. Wow, this is a direct revelation from the Lord Jesus. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ട് കർത്താവ് ഈ മെസ്സേജ് അപ്പോസ്തോസിൽ നിന്ന് കൊടുക്കാതെ ഡയറക്റ്റ് കൊടുത്തു? Why? We just carefully see. Why didn't he transfer this to others, through others? Did he give directly to Apostle Paul? ഇത് ഡയറക്ട്ലി വാങ്ങണമെങ്കിൽ Paul has to enter into the heavenly places. Amen. Hallelujah. നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് 2 കൊരിന്ത്യർ ലേഖനം 12 അധ്യായത്തിലാണ്. So to know further about it, let us go to 2 Corinthians chapter 12. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോസ്തലനായ പൗലോസ് തന്റെ ഒരു അനുഭവം പറയുകയാണ്. ആമേൻ. From 2 12, he is sharing his experience in 2 Corinthians 12. 14 വർഷങ്ങൾക്ക് മുമ്പ്, ഇത് ശ്രദ്ധിക്കണം, 14 വർഷങ്ങൾക്ക് മുമ്പ്, before 14 years, ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു. I knew a man who in Christ Jesus. അവൻ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. He was caught up to the 3rd heaven. മനുഷ്യർക്ക് ആർക്കും ഉച്ചരിച്ചു കൂടാത്ത ഭാഷ അവൻ കേട്ടു. And he heard certain things. That means he caught up in the paradise and heard inexpressible things that no one is permitted to tell. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ, if you read the history context of this area, എഴുതുന്ന സമയത്തിന് 14 വർഷത്തിന് മുമ്പ്, before 14 years ahead of the writings of 2 Corinthians, അപ്പോസ്തലനായ പൗലോസിന് സംഭവിച്ച ഒരു സംഭവമുണ്ട്. history
says, before the 14 years of this chapter 2 Corinthians, something happened to Apostle Paul. അദ്ദേഹം ലുസ്രായിൽ ആയിരുന്ന കാലം. ലുസ്ര, He was in Lystra at that time. അപ്പോസ്തലപ്രവൃത്തി 14 അധ്യായത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. If you go to Acts of Apostles chapter 14, we can see it. ലുസ്രയിൽ താൻ ഒരു മുടന്തനെ സൗഖ്യമാക്കി. In Lystra, he healed a lame man. ആളുകൾ വന്നവനെ ആരാധിക്കുവാൻ വേണ്ടി പൂജിക്കുവാനായിട്ട് തുടങ്ങി, ഭാവിച്ചു. Yes, people started to worship Apostle Paul. ജാതികളോട് സുവിശേഷം പറയുവാൻ തുടങ്ങി. And he started to share gospel with the Gentiles. പക്ഷെ യഹൂദന്മാര് ജാതികളെ ഇളക്കി വിട്ട് അപ്പോസ്തലനായ പൗലോസിനെ കല്ലെറിഞ്ഞു. What happened is the Jews they tried to make a commotion among the people and try to stone Apostle Paul. എല്ലാവരും കേൾക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. This is very important. What happened is Lystra, listen carefully. അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു, യഥാർത്ഥത്തിൽ കൊന്നു. And really they stoned him to death. കാരണം ഒരിക്കലും വെറുതെ കല്ലെറിഞ്ഞതല്ല, മരിക്കാൻ വേണ്ടി കല്ലെറിഞ്ഞതാണ്. This is not simply like stoning to run away or something. It was stoned to death. ചെറിയ ചെറിയ കല്ലല്ല, കൊച്ചു കൊച്ചു കല്ലല്ല, വലിയ കല്ലുകൾ കൊണ്ട് ഒരു കുഴിയിലേക്ക് ഇറക്കി നിർത്തിയാണ് കല്ലെറിയുന്നത്. This is not the way like small stones and all. This is huge stone rock pieces. You make the person stand in a dig hole and you throw, and the purpose is to stone him to death. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ അസ്ഥികൾ ഉടഞ്ഞിട്ടുണ്ട്. So probably the bones have been broken in his body. അദ്ദേഹത്തിന്റെ ശരീരം തകർന്നു. His body was broken. എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്കണം, ബ്ലഡ് അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നുണ്ട്. He was bleeding from his body. അവൻ മരിച്ചു എന്നവർ വിചാരിച്ചു. They almost thought he is dead. He's finished. അദ്ദേഹത്തെ വലിച്ചിഴച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടാക്കി. They pulled him till the outskirts of the city. മരിച്ചു. നിശ്ചയമായിട്ടും ശരീരത്തിൽ ഓൾമോസ്റ്റ് ഡെഡ്. He's almost dead, finished. ഇതാണ് 14 വർഷത്തിന് മുമ്പ് നടന്ന സംഭവം. This is something 14 years before happened. ഈ മരിച്ച് ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാണൻ മൂന്നാമത്തെ സ്വർഗത്തോളം എത്തി. ജീസസ്. Wow, praise the Lord. This is the thing we are coming. This is coming. This is the thing he told 14 years ago. He went. So during this time only he was taken up to the heaven. God chose the worst time to reveal the glorious revelation to the man of God. മഹത്വമേറിയ വെളിപ്പാട് കൊടുക്കുന്നതിന് ഏറ്റവും മോശപ്പെട്ട അവസ്ഥ, ഏറ്റവും ബാഡ് വേഴ്സ്റ്റ് കണ്ടീഷൻ ആണ് കർത്താവ് ചൂസ് ചെയ്തത്. നിങ്ങളുടെ ലൈഫ് എത്ര മോശമാണോ അത് ദൈവത്തിന്റെ ബേസ്റ്റ് ടൈം ആക്കി മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. Do you think is it your worst time? Just imagine that will be the best time for the Lord to do it for you. Hallelujah. Praise the Lord. Hallelujah. ശരീരം കിടക്കുക. He is dead, stoned to death, bleeding, finished. Full body broken. His body bones broken, his bleeding. Head was broken, legs was broken, all bones was broken because stoning എന്ന് പറയുന്നത് really അങ്ങനെയാണ്. Amen. It's really painful. Stoning to death, every part of the body, including the head, is broken. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ പട്ടണത്തിൽ ഇങ്ങനെ നിൽക്കുന്നു, ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. We can see all the disciples are standing around him. എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്. They thought he is dead. പക്ഷെ അദ്ദേഹത്തിന്റെ സ്പിരിറ്റ് ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് കൂടെ മൂന്നാമത്തെ സ്വർഗത്തിലാണ്. Hallelujah. Hallelujah. The spirit of Apostle Paul was with the Lord Jesus in the third heaven. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇതൊരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ ഹോളി ഗോസ്റ്റിനോട് പറഞ്ഞ ഒരു ടോക്ക് ഞാൻ ഇത് ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങളോട് സംസാരിക്കുന്നു. I am sharing with you. Once I was in prayer, Holy Spirit shared with me. അവന്റെ ബോഡി ബ്രോക്കൺ ആയി ഭൂമിയിൽ കിടക്കുന്നു. The body was broken in the earth. അവന്റെ ഇന്നർ മാൻ പിതാവിനോടും പുത്രനോടും ഒപ്പം സ്വർഗത്തിലിരിക്കുന്നു. The inner man, his inner man, the inner man of the Apostle Paul is with Father and Jesus in heaven. ദൈവപുത്രനായ യേശു ഈ സന്ദർഭത്തെ ഏറ്റവും വലിയ വെളിപ്പാട് കൈമാറാൻ വേണ്ടി അദ്ദേഹത്തിന് അവസരമൊരുക്കി. Lord Jesus Christ used this opportunity to hand over the most important revelation in the history. കാരണം യേശു കർത്തൃമേശ നടത്തിയപ്പോൾ, യേശു തിരുമേശ നടത്തിയപ്പോൾ, ഹല്ലേലൂയ. So because when Jesus Christ started giving bread and wine, had starting Lord's table, അവന്റെ ശരീരം ബ്രോക്കൺ ആയിരുന്നില്ല. His body was not broken. രക്തം പുറത്തു വന്നിരുന്നില്ല. There was no bleeding that time. അതൊരു സിംബോളിക് ആയിട്ടാണ് അവിടെ കൈമാറിയത്. It is all representation. It is all symbolic, shadows. പക്ഷെ കർത്താവ് വിചാരിച്ചു ഇനിയും ചർച്ച് ഇത് കൈമാറേണ്ടത് സിംബോളിക് ആയിട്ടല്ല. Oh, the Lord decided no more shadows.
No more secrets. So, The church ഇതിൽ has come to the reality. ഇത് ഒരു ബ്രോക്കൺ മാന്റെ കയ്യിലോട്ട് ഞാൻ കൊടുക്കാൻ പോകും. So this thing, this revelation I'm handing over to a broken, crushed man. അവന്റെ ആത്മാവ് ഈ വെളിപ്പാട് സ്വർഗത്തിൽ സ്വീകരിച്ചു. ജീസസ്. This inner man of Apostle Paul received this revelation. Probably that is why he is telling, I received it from the Lord directly. ദൈവത്തോട് പറയും, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. So probably he received it from the third heaven directly from യേശു the Lord. പറഞ്ഞു, മോനെ, when the body is broken for you. Jesus. So Jesus was telling, son, when the body is broken for you. എന്റെ ശരീരം ഉടയ്ക്കപ്പെട്ടു, എന്റെ ബോഡിയിൽ രക്തം പുറത്തു വന്നു. Now your body is broken in Lystra. Receive this revelation. And Hallelujah. Amen. 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 എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, Dear brothers and sisters, ഈ മനോഹരമായ വെളിപ്പാട് താൻ സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചു. this wonderful revelation Apostle Paul received from the Lord directly when he was taken up in the spirit. അവന്റെ ആത്മാവിനോട് കർത്താവ് പറഞ്ഞു, എന്റെ ശരീരം ഉടയ്ക്കപ്പെട്ടത് കൊണ്ട് നിന്റെ ശരീരം റെസ്റ്റോർ ആകണം. Now Jesus Christ handed over the revelation. He said to this Apostle Paul's spirit, since my body is broken, your body will be restored. He received the revelation. Came back to the body again. And Paul came back to the body. In the spirit in heaven, he came back into his body. ബൈബിൾ പറയുന്നു, എല്ലാവരും ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് നിന്നു. Oh, glory to Wow, God. praise the Lord. All of them were standing around them. Probably they are thinking when this man is going to completely die. When they were in a surprise, suddenly this man stood up. എങ്ങനെയാ ഈ രണ്ട് ടൈമിനിടയ്ക്ക് what happened to Paul? No, we don't know. During this time, how much time we don't know. It's hours, we don't know. But during this time, that was the most important time where Lord was transferring the most important revelation to this. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വെളിപ്പാട് നിങ്ങളുടെ ഇന്നർ മാൻ സ്വീകരിച്ചാൽ നിങ്ങളുടെ ഔട്ടർ മാൻ ഹീലിംഗിലേക്ക് വരാൻ തുടങ്ങും. Wow, this is the way. In the same way, if Apostle Paul received your revelation, you should receive. That means if you receive the revelation in the inner man, your outer man will be transferred. എഴുന്നേറ്റ് നിന്നു, വായിച്ചോ, എഴുന്നേറ്റ് നിന്നു. And he got up, if you read. ബറബാസിനോട് കൂടെ ദർബയ്ക്ക് പിറ്റേ ദിവസം, നെക്സ്റ്റ് ഡേ, നോട്ട് ഇൻ ICU, നോട്ട് ഇൻ ആംബുലൻസ്, he directly go to the city. The next day, he went to Darba. The Bible says he began to preach. How can a body man preach the word of God? Amen. What Pastor shared with us from Acts chapter 14, verse 20. After the disciples had gathered around him, he got up and went back into the city. The next day, he and Barnabas left for Darba. Next day, hallelujah. Next day, ഒരു കല്ലുകൊണ്ട് എറിയപ്പെട്ട ഉടഞ്ഞ മനുഷ്യനെ എങ്ങനെ അടുത്ത ദിവസം എഴുന്നേക്കാൻ പറ്റും? Any doctors, can you explain me? This is beyond the explanation of medical science. Just imagine how a broken man getting up and next day going for ministry, preaching and all. How it is possible? It is the revelation of the Holy Communion. That is the strength of the revelation of the Holy Communion. Received it from God. Hallelujah. He directly received from God in the spirit. ആ സ്പിരിറ്റ് ശരീരത്തിലേക്ക് തിരിഞ്ഞു വരികയും അവന്റെ ശരീരം ബ്രോക്കൺ ബോൺ വാസ് റെസ്റ്റോർഡ്, ബ്രോക്കൺ ശരീരം റെസ്റ്റോർ ആയി, അവന്റെ മരണം ജീവനായി മാറി, അവന്റെ ശരീരം പുനഃസ്ഥാപിക്കപ്പെട്ടു. പ്രിയരെ, നമ്മൾ തിരുമേശയിലേക്ക് സ്പർശിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എക്സ്പെക്ട് ദിസ് വണ്ടർഫുൾ റെവലേഷൻസ് ഇൻ യുവർ ലൈഫ് ടു. Dear brothers and sisters, according to the Acts 14 said, Paul was stoned and dragged him outside city thinking he was dead. But what happened? He was taken up in the spirit to heaven, received the revelation. Since Jesus was broken, that completeness, wholeness came into the body of Apostle Paul. That revelation should come into you. It will be transferred into the body. It will be manifested outside today. You should come with this expectation. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Thank you, Jesus. Thank you, Jesus. Amen. Thank you, Holy Spirit. Hallelujah. ഇത് മറ്റൊരു സ്ഥലത്ത് കാണുന്നത്, പൗലോസ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. Another place we can see Apostle Paul was preaching. വളരെ വളരെ
രാത്രി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. നമ്മളത് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലാണ്. If you come with me to Acts of Apostles chapter 20, Paul is preaching late night, very late night. യൂത്തിക്കോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കിളിവാതിൽ നിന്ന് ഉറങ്ങി താഴെ വീണ് മരിച്ചു. സ്തോത്രം. Young man named Eutychus, he fell down from the stairs, upstairs, while Apostle Paul was preaching. മൂന്നാമത്തെ സ്റ്റെയറിൽ നിന്ന് താഴെ വീണത്. തേർഡ് സ്റ്റോറി. He said, it is probably the 3-story building. From the third level, he fell down. അവനെ എടുത്തുകൊണ്ട് കൊണ്ടുവരികയാണ്. ആമേൻ. They are bringing him. When he was sound asleep, he fell to the ground from 3rd story and was picked up dead. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമുക്കത് 8-9 താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. If you see Acts chapter 20, 8, 9, if you read, you can see that. 10-ാം വാക്യത്തിൽ പൗലോസ് ഇറങ്ങിച്ചെന്നവന്റെ മേൽ വീണ് തഴുകി ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിൽ ഉണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. And Paul went down and threw himself on the young man and put his arms around him. Don't be alarmed, he said, he is alive. 3 സ്റ്റോറി ബിൽഡിങ്ങിന് താഴെ വീണ നിശ്ചയമായിട്ടും അവന്റെ ശരീരം ബ്രോക്കൺ ആണ്. ആമേൻ. Definitely, if somebody falls from the 3rd floor, definitely his body is going to break into pieces. As the doctor Paul, he prescribed a medicine there. Amen. The Apostle Paul, Dr. Paul, he prescribed then and there medicine there. Hallelujah. 11-ാം വാക്യത്തിൽ പിന്നെ അവൻ കയറി ചെന്നു അപ്പം നുറുക്കി തിന്ന് പുനരുവോളം സംഭാഷിച്ചു എന്ന് പറഞ്ഞാൽ തകർന്നവനെ എടുത്തോണ്ട് മുകളിലോട്ട് കൊണ്ടുപോയി അവന്റെ കയ്യിലോട്ട് ഒരു അപ്പം നുറുക്കെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, the body of Christ is broken for you, be restored. Hallelujah. There is a revelation. This young man Eutychus fell from 3rd floor till the ground floor. Definitely his bones are broken. What happened? Paul said he is alive. How he is alive? Paul carried this young man and he is broken. Paul took the broken bread and gave him. His broken body was restored. Hallelujah. Amen. ഈ Hallelujah. ദിവസം നാം ഈ വെളിപ്പാടുകളെ പ്രാപിക്കുകയാണ്. Hallelujah. This day we are receiving this revelation, same revelation which Apostle Paul had. So many things to preach. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, but it is too much. I think you got a lot. A lot of revelations. Almost I have shared around 5 to 6 important revelations today to you. Hallelujah. സർവശക്തിയുള്ള ദൈവം ഇന്ന് ഈ തിരുവെഴുത്തുകളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you. All powerful Lord bless you with this blessing. Now this is the time for Holy Communion. It's time for Holy Communion. Now praise the Lord, we are going to participate together. Amen. Hallelujah. Amen. I think you have these elements with you. നിങ്ങളുടെ കയ്യിലുണ്ടോ ഇത്? Yeah. We have. Be glorified. ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഫാദർ, യേശുവിൻ നാമത്തിൽ ഈ അപ്പത്തെ നൽകിയ സൃഷ്ടിതാവായ അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. Father, let you be glorified, O Almighty Lord, who gave this bread and wine. മുന്തിരിയിൽ നിന്ന് മുന്തിരി ചാറ് ഞങ്ങൾക്ക് തന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. O Lord, you are glorified, who gave the wine from the earth. ഈ അപ്പത്തിൽ ഞങ്ങൾ അങ്ങയുടെ പുത്രനായ യേശുവിന്റെ ശരീരത്തെ ദർശിക്കുന്നു. Lord, we visualize the body of the Lord Jesus in this bread. ഈ വീഞ്ഞിൽ ഞങ്ങളുടെ പുത്രന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന പരിശുദ്ധ രക്തത്തെ ഞങ്ങൾ ദർശിക്കുന്നു. Lord, we visualize the blood of the Lord Jesus in this wine. ഇത് ഞങ്ങളിൽ ജീവനായി മാറട്ടെ. Let this turn a life in us. അത്ഭുതങ്ങളെ കൊണ്ടുവരട്ടെ. Let this bring miracles to us. കുടുംബങ്ങളെ ഒന്നാക്കട്ടെ. Let it unite families. ശരീരങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ. Let it heal the body. കാലുകളിലെ ബലഹീനതകളെ മറക്കട്ടെ. Let it hide and heal complete the weakness of legs. എതിരായി നിൽക്കുന്ന ഹാമാൻ ചിതറപ്പെടട്ടെ. Let all the Hamans be scattered in the middle of ശരീരങ്ങൾ the table. സൗഖ്യം പ്രാപിക്കട്ടെ. Let body receive complete healing. യേശുവിൻ നാമത്തിൽ തന്നെ.